ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ BMS, അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്തേക്ക് വരുന്ന മോഡ്യൂളാണ് ഈ കാണുന്നത്. അതായത് ബാറ്ററി 3S എന്ന് പറയുന്ന മോഡൽ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അതിന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള കണ്ടിന്യൂ വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. 3S എന്ന് ഉദ്ദേശിച്ച മൂന്ന് മോഡ്യൂൾ, 3 ബാറ്ററി നമുക്ക് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇൻപുട്ട് കൊടുക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററി റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെയുള്ള BMS ചാർജർ മസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെയാണ് ഈ BMS ചാർജ് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിൽ വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കായിട്ട് ബന്ധപ്പെട്ട പിന്നെ DC മോട്ടറുകൾ അങ്ങനെ എല്ലാം വരുന്നത് തന്നെ BMS ചാർജാണ്. ഇത് 3 ബാറ്ററിയാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. 3 ബാറ്ററി എന്ന് വെച്ചാൽ ഒരു ബാറ്ററി 3.7 വോൾട്ടേജ് ആണ് വരുന്നത്. അതിന് 3 ബാറ്ററി സീരീസ് ചെയ്യുന്ന സമയത്ത് 11.1 വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അത് ഓരോ ബാറ്ററി കൊടുക്കുന്നതിന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് B+ ഉണ്ട്, B-. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. B- എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ ഏറ്റവും നമ്മൾ 3 സീരീസ് ആയിട്ട് വെക്കുന്ന സമയത്ത് ബാറ്ററിയുടെ മൈനസ്. B+ എന്ന് വെച്ചിട്ട് ബാറ്ററിയുടെ ഏറ്റവും ടോപ്പുള്ള പ്ലസ്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. ബാക്കി വരുന്ന വോൾട്ടേജുകളെല്ലാം തന്നെ ഈ 3 ബാറ്ററിയിൽ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് ചാർജിങ്, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ബാറ്ററിയിലും സെപ്പറേറ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതായത് 3 ബാറ്ററി ഏകദേശം ഒരേപോലെ ചാർജ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാറ്ററിയുടെ ഡൗൺ ആയിട്ട് പോകും, ടോട്ടൽ വോൾട്ടേജ് ഡൗൺ ആയിട്ട് പോകും. അപ്പോൾ അതങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിഥിയം അയോൺ ബാറ്ററികളെല്ലാം തന്നെ BMS ചാർജ് വെച്ച് ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുമാത്രമല്ല മറ്റ് ഓവർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഈ BMS സർക്യൂട്ടിലുണ്ട്. മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മളിത് ചാർജ് ചെയ്താൽ, ഹൈ ആംപിയറിൽ ചാർജ് ചെയ്താൽ ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ വരുന്ന ബാറ്ററികൾ, അതായത് ബാറ്ററിയുടെ വണ്ടികളെല്ലാം തന്നെ, 2 വീലറുകളെല്ലാം തന്നെ എക്സ്പ്ലോഷൻ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നടക്കുന്നതിൻ്റെ കാരണങ്ങളും ഈ BMSൽ വരുന്ന പ്രൊട്ടക്ഷനിൽ കാര്യങ്ങൾ വരുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബാറ്ററിയിൽ വരുന്ന പ്രൊട്ടക്ഷനുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഈ BMS ഉപയോഗിക്കാനും. അതുപോലെ തന്നെ ലിഥിയം അയോൺ ബാറ്ററി കൈകാര്യം ചെയ്യാൻ. ലിഥിയം അയോൺ ബാറ്ററി ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ലിഥിയം ഫോസ്ഫേറ്റ് വരെ ആയി കഴിഞ്ഞു. ലിഥിയം ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ലിഥിയം ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വോൾട്ടേജ് കുറയും. 3.2 ആണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് 3.7 വോൾട്ടേജ് ആണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം, ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കണക്ട് ചെയ്തു, BMSൻ്റെ ഔട്ട് നമ്മൾ ചാർജ് ചെയ്തു, BMS ബാറ്ററി എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം കണ്ടോ വോൾട്ടേജ്. ഇതിപ്പോൾ ഫുൾ ചാർജ് അല്ല, അതുകൊണ്ടാണ് 10.4 വോൾട്ട്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 11.1 എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബൾബ്, അതുപോലെ തന്നെ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മോട്ടറുകൾ, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വണ്ടികൾ, ചെറിയ രീതിയിൽ ഇലക്ട്രിക് വണ്ടികൾ, ഇപ്പോൾ ഈ BMS നമ്മൾ 10 ആംപിയറാണ് മാക്സിമം ചാർജ് ചെയ്തിരിക്കുന്നത്. ഈ 10 ആംപിയർ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് 20 ആംസോ 40 ആംസോ കൊടുത്തിട്ട് നമുക്ക് അത്രയും ബാറ്ററിയുടെ എണ്ണം കൂട്ടി കഴിഞ്ഞാൽ തന്നെ, എണ്ണം കൂട്ടിയാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഈ BMS ചാർജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ DC മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് BMS, അതായത് 11.1 വോൾട്ട് നമുക്ക് കിട്ടുന്ന 10 ആംപിയറാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. 10 ആംപിയർ മാക്സിമം വരെ 10 ആംപിയർ വരാവുന്ന ബാറ്ററി നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ 3 ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്ന ഏകദേശം 2.5 ആംപിയറാണ് ഓരോ ബാറ്ററി വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് വേണമെങ്കിൽ ഇത് വരുന്ന ടോട്ടൽ 3 ബാറ്ററി പാരലൽ ചെയ്തിട്ട് അങ്ങനെ 3 സെറ്റ് ടോട്ടൽ വരുമ്പോൾ 3 അതായത് 6 ബാറ്ററി നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്തെടുക്കാം. അതിൽ കൂടുതൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 7.5 വോൾട്ട് ആംപിയർ ആയി കഴിഞ്ഞു. 10 ആംപിയർ ഫുള്ള് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപയാണ് അതിൻ്റെ BMSൻ്റെ പ്രൊട്ടക്ഷൻ ബോർഡ് കാര്യങ്ങൾ വരുന്നത്. ബാറ്ററി നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാറ്ററികൾ നമുക്ക് ഷോപ്പിൽ നിന്നും അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.